അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രഫോൺ ടി വിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചോദ്യോത്തരങ്ങൾ തുടരുകയാണ്. NV മുഹമ്മദ് സക്കരിയ മൗലവി നമ്മുടെ കൂടെയുണ്ട്. അബ്ദുൽ ഹമീദ് ആലുക്കൽ ചോദിച്ചത്, ശമ്പളത്തിൻ്റെ സക്കാത്ത് ഓരോ മാസവും കൊടുക്കണോ? അടിസ്ഥാന ചെലവ് കഴിച്ചിട്ടാണോ അതോ മൊത്തം ശമ്പളത്തിനാണോ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ശമ്പളം പറ്റുന്ന ഒരാള് മാസാന്തം അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മാസാന്തം സക്കാത്ത് നൽകേണ്ട ഒരു ഇനവുമില്ല. അത് ശമ്പളം എന്നല്ല, മറ്റൊന്നിൻ്റെയും മാസാന്തമായി സക്കാത്ത് നൽകുക എന്നൊരു സംവിധാനം ഇസ്ലാമിലെ സക്കാത്തുമായി ബന്ധപ്പെട്ട യാതൊരു ഇനത്തിലും നമുക്ക് കാണാൻ സാധ്യമല്ല. സക്കാത്ത് മാസാന്തം നൽകുക എന്ന രീതി ശമ്പളക്കാർ സ്വീകരിക്കുന്നത് രണ്ട് നിലക്കാണ്. ഒന്ന്, തനിക്ക് വർഷാവസാനം വരുന്ന സക്കാത്തിൻ്റെ പണം ഒരുമിച്ച് നൽകാനുള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് മാസാന്തം സക്കാത്തിലേക്ക് ഒരു ചെറിയ സംഖ്യ നീക്കിവെക്കും. അവസാനം വർഷാവസാനം തൻ്റെ സക്കാത്ത് എത്രയാണ് എന്ന് കണക്ക് നോക്കി അത് ഈ മാസാന്തം സ്വരൂപിച്ച സംഖ്യയിൽ ഉൾപ്പെടുന്നെങ്കിൽ അത് സക്കാത്തായി കണക്കാക്കുന്ന ഒരു സമ്പ്രദായം. അതൊരു നല്ല സമ്പ്രദായമാണ്. പല ഉദ്യോഗസ്ഥന്മാർക്കും സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ശമ്പളം എന്നത് നാണയ സമ്പത്തിൻ്റെ ഇനത്തിൽ പെട്ടതാണ്. നാണയ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലൊരിക്കൽ മാത്രമേ അതിന് സക്കാത്ത് നൽകേണ്ടതുള്ളൂ. മാസാന്തം സക്കാത്ത് നൽകേണ്ടതില്ല. പിന്നെ മാസാന്തം സക്കാത്ത് നൽകുന്നത് തനിക്കൊരു സൗകര്യത്തിന് വേണ്ടി ഒരാൾക്ക് സ്വീകരിക്കാവുന്ന മാർഗമാണ്. താൻ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഉദാഹരണമായി ഒരു 500 രൂപ വീതം സക്കാത്ത് സംവിധാനത്തിൽ ഓഫീസിൽ നൽകുന്നു. അങ്ങനെ ചെയ്യുന്ന പല ആളുകളെയും എനിക്കറിയാവുന്നതാണ്. അവർ 500-600 രൂപ ഓഫീസിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെ വർഷാവസാനം റമദാൻ വരുമ്പോൾ അവർ ഓഫീസിൽ വന്ന് ചോദിക്കും, അഥവാ സക്കാത്ത് സംവിധാനത്തിൻ്റെ അടുക്കൽ വന്ന് അവർ ചോദിക്കും, ഞാൻ ഈ വർഷം ടോട്ടൽ എത്ര തന്നു? അപ്പോൾ പറയും, നിങ്ങൾ ഈ വർഷം ഒരു 6000 രൂപ തന്നു, അല്ലെങ്കിൽ 5000 രൂപ തന്നു എന്ന് അവരോട് പറയും. അങ്ങനെ അവർ തനിക്ക് എത്ര സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്ന് നോക്കി അത് 5000 ആണെങ്കിൽ ആ പണം അതോടുകൂടി അവസാനിക്കുന്നു. അതല്ല, താനൊരു 10000 രൂപ സക്കാത്ത് നൽകേണ്ട ഒരാളാണെങ്കിലോ ഒരു 5000 കൂടി അതിലേക്ക് നൽകി അങ്ങനെ സക്കാത്ത് നൽകും. അപ്പോൾ ഇവിടെ മാസാന്തം സക്കാത്ത് നൽകുന്നത് അത് മാസാന്തമാണ് സക്കാത്ത് നൽകേണ്ടത് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സൗകര്യത്തിന് വേണ്ടി പണം ഒരുമിച്ച് നൽകാൻ പ്രയാസമാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മാസാന്തം കുറേശ്ശെ അതിലേക്ക് സ്വരൂപിക്കുകയാണ്. ഇത് തെറ്റായ ഒരു കാര്യമല്ല. ഇതിൽ യാതൊരു പ്രയാസമില്ല. മാത്രം ഇത് പലപ്പോഴും നല്ലൊരു കാര്യമാണ്. ഇന്ന് വേറെ ചില ആളുകളുണ്ട്, അവർ ധരിക്കുന്നത് സക്കാത്ത് ശമ്പളത്തിൻ്റെ സക്കാത്ത് നൽകേണ്ടത് മാസാന്തമാണ് എന്നാണ്. കാരണം അവർ മനസ്സിലാക്കുന്നത് ശമ്പളം എന്നത് കൃഷിയെപ്പോലെയാണ്. കൃഷിക്ക് വിളവെടുക്കുന്ന സമയത്താണല്ലോ സക്കാത്ത് നൽകേണ്ടത്. അപ്പോൾ ഓരോ മാസവും തനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അത് തൻ്റെ ഒരു വിളവെടുപ്പായി കണക്കാക്കി അതിൻ്റെ ശമ്പളത്തിൻ്റെ 5%-10% സക്കാത്തായി നൽകുന്ന ചില ആളുകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വളരെയധികം പൂർവികരുടെ അഭിപ്രായങ്ങളോടോ അല്ലെങ്കിൽ ആധുനികമായ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോടോ ഒന്നും യോജിക്കുന്ന ഒരു കാര്യമല്ല. നാണയ സമ്പത്തിനെ നമ്മൾ ഒരിക്കലും അതിനെ കൃഷി സമ്പത്തുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഇസ്ലാമിൽ സക്കാത്തായി നൽകപ്പെടുന്ന സമ്പത്തിനെ വ്യത്യസ്തമായ ഹെഡുകളാക്കി നിർണയിച്ചു തന്നിട്ടുണ്ട്. അതിൽ നാണയ സമ്പത്തിൻ്റെത് അതിന് പ്രത്യേകമായ നിയമങ്ങളും കാര്യങ്ങളുമാണ്. കൃഷിക്ക് മറ്റൊന്നാണ്. അപ്പൊ നാണയ സമ്പത്തിനെ കൃഷിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് മാസാന്തം സക്കാത്ത് നൽകുന്ന രീതി അത് ഇസ്ലാമികമായി അറിയപ്പെടുന്ന ഒരു രീതിയല്ല. വളരെ ചുരുക്കം ഏതൊക്കെയോ പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അതൊരു പൊതുവായ പണ്ഡിതാഭിപ്രായം പോലും ആ വിഷയത്തിൽ അങ്ങനെ സക്കാത്തിന്റെ വിഷയത്തിൽ വന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാസാന്തം സക്കാത്ത് നൽകേണ്ടതില്ല. വർഷത്തിൽ സക്കാത്ത് നൽകേണ്ടത് എത്രയാണ്
എന്ന് നോക്കി അത് നൽകുകയാണ് വേണ്ടത്. പിന്നെ ഈ ഒരു ശമ്പളക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൻ്റെ സക്കാത്ത് കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണമായി ഒരു 30,000 രൂപ മാസാന്തം ശമ്പളം പറ്റുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ 3,60,000 രൂപ അയാൾക്ക് ശമ്പള ഇനത്തിൽ വന്നിട്ടുണ്ടാകും. ആ 3,60,000 രൂപയിൽ അതിൽ 1,00,000 അല്ലെങ്കിൽ 2,60,000 രൂപ അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നാൽ അയാൾ 1,00,000 രൂപയുടെ സക്കാത്താണ് നൽകേണ്ടി വരിക, അഥവാ 2,500 രൂപ. തനിക്ക് ഒരു വർഷം കൊണ്ട് 3,60,000 രൂപ തൻ്റെ ശമ്പള ഇനത്തിൽ വരുമാനമുണ്ടായ ഈ വ്യക്തി സക്കാത്ത് ഇനത്തിൽ നൽകുന്നത് 2,500 രൂപ മാത്രമാണ്. ബാക്കിയുള്ള പണം മുഴുവൻ അയാൾ ഹലാലായ അള്ളാഹു അനുവദിച്ച തൻ്റെ മറ്റു മാർഗങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഈ 2,500 രൂപ അത് അയാൾ സക്കാത്തിന്റെ സംവിധാനത്തേക്ക് നൽകണം. അത് വ്യക്തിപരമായി വിതരണം ചെയ്യേണ്ട ഒന്നല്ല എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ചോദ്യത്തിൽ വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാസാന്തം സക്കാത്ത് നൽകേണ്ട ആവശ്യമില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സക്കാത്ത് നൽകേണ്ടത്. അതിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി വരുന്നതിൻ്റെ 2.5% സക്കാത്തായി നൽകേണ്ടത്. ശമ്പളക്കാരനും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അടുത്ത 2-3 ചോദ്യങ്ങൾ PF, ബോണസ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമതായി പെരുമ്പിലാവിൽ നിന്ന് യൂസുഫ് ചോദിച്ചത്, പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് നൽകേണ്ടത്? ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ മുർഷിദ് അളയൂർ ചോദിച്ചത്, ബോണസ്, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവയ്ക്ക് സക്കാത്ത് ഉണ്ടോ? എങ്കിൽ എപ്പോൾ കൊടുക്കണം? മറ്റൊരു വ്യക്തി ചോദിച്ചത്, PF അടവുള്ള ആൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അടവ് തുക കുറക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. PF-ലേക്ക് അടവാക്കുന്ന സംഖ്യക്ക് സക്കാത്ത് നൽകേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സക്കാത്ത് ബാധകമാകുന്ന സമ്പത്ത് ഏതാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സക്കാത്ത് ബാധകമാകുന്ന സമ്പത്ത് നമ്മളുടെ പൂർണ്ണമായ വിനിമയ സ്വാതന്ത്ര്യമുള്ള സമ്പത്താണ്. അതിനെപ്പറ്റിയേ നമ്മുടെ സമ്പത്ത് എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ സാധിക്കുള്ളൂ. വിശുദ്ധ ഖുർആൻ സക്കാത്ത് നിർബന്ധമായി നൽകേണ്ടതിനെ സംബന്ധിച്ച് പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ എന്നാണ്. അവരുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് നീ സ്വീകരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അവരുടെ സമ്പത്ത് എന്ന് പറയാവുന്ന സമ്പത്ത് ഏതാണ് എന്നത് പണ്ഡിതന്മാര് കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് തനിക്ക് വിനിമയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമ്പത്തിനെ പറ്റിയേ അത് പറയാവൂ. അതുകൊണ്ട് തന്നെ PF-ൽ തനിക്ക് വിനിമയ സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന സമയവും അതുപോലെ അവസ്ഥകളും വ്യത്യസ്തമായുണ്ട്. PF-ലേക്ക് അടവാക്കുന്ന സംഖ്യ അതിൻ്റെ ആദ്യ നാളുകളിൽ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് വിനിമയം നടത്താനോ അത് അടക്കുന്ന ആൾക്ക് സാധ്യമല്ല. അതിനവരെ അനുവദിക്കുന്നതല്ല. ആദ്യ നാളുകളിൽ ഏതാനും മാസങ്ങൾ അത് അവർക്ക് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ആദ്യ നാളുകളിൽ PF-ലേക്ക് അടവാക്കുന്ന സംഖ്യക്കൊന്നും സക്കാത്ത് ബാധകമല്ല. അതുപോലെ PF-ന്റെ തന്നെ മറ്റൊരു രീതി, നമ്മൾ തിരിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം എടുക്കാവുന്ന ഘട്ടമെത്തിയാലും അടവാക്കിയ സംഖ്യ പൂർണ്ണമായി തിരിച്ചെടുക്കാൻ നമുക്ക് അനുവാദമില്ല. അടവാക്കിയ സംഖ്യയുടെ 75% മാത്രമേ നമുക്ക് അത് എടുക്കാനുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ട് PF-ൽ അടവാക്കിയ സംഖ്യയുടെ 75% സക്കാത്ത് മാത്രമേ നാം നൽകാൻ ബാധ്യസ്ഥരാകുന്നുള്ളൂ. പിന്നീട് PF അവസാനം ക്ലോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ, ജോലി മതിയാക്കി നമ്മൾ ജോലിയിൽ നിന്ന് പിരിയുന്ന സന്ദർഭത്തിൽ PF-ൽ അടവാക്കിയ സംഖ്യ പൂർണ്ണമായും അതിന് നൽകപ്പെടുന്ന പലിശ അടക്കം അതിൻ്റെ ആളുകൾക്ക് അത് തിരിച്ചു നൽകുന്നു. ഇതിൽ
പലിശ ഇനത്തിൽ കിട്ടുന്ന സംഖ്യ നാം സക്കാത്തിന് പരിഗണിക്കേണ്ടതില്ല. മറിച്ച് നാം അടവാക്കിയ സംഖ്യ അപ്പോൾ പൂർണ്ണമായി ലഭിക്കുന്ന സന്ദർഭത്തിൽ, ക്ലോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ നമ്മൾ അതിന് പൂർണ്ണമായി അതിൻ്റെ സക്കാത്ത് നമ്മൾ നൽകേണ്ടി വരും. എന്നാൽ അതിനു മുമ്പുള്ള സന്ദർഭങ്ങളിലൊക്കെ PF അടവാക്കുന്ന സംഖ്യയുടെ 75% സക്കാത്ത് മാത്രമേ നാം നൽകാൻ ബാധ്യസ്ഥരാകുന്നുള്ളൂ. അപ്പോ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ കയ്യിൽ വരുന്ന പണം, ആ പണം വർഷത്തിലൊരിക്കൽ അയാൾ കണക്ക് കൂട്ടുകയും ആ പണത്തോടൊപ്പം തൻ്റെ PF അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്ന് അയാൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ PF അക്കൗണ്ടിൽ തനിക്ക് 1,00,000 രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ 75,000 രൂപയുടെ സക്കാത്ത് അയാൾ നൽകേണ്ടതുണ്ട്. 1,00,000-ൻ്റെത് പൂർണ്ണമായി നൽകേണ്ടതില്ല. കാരണം 75% മാത്രമേ അയാൾക്ക് വിനിമയത്തിന് കൈകാര്യം ചെയ്യാൻ ലഭിക്കുകയുള്ളൂ. PF-ന്റെ സംഖ്യ അത് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് വിനിമയ സ്വാതന്ത്ര്യം ഇല്ലാത്തതാണ് എന്ന് അവിടെ പറയാൻ സാധ്യമല്ല. തിരിച്ചടക്കേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മളുടെ സുരക്ഷിതത്വത്തിനും നമ്മൾക്ക് നമ്മുടെ ബെനഫിറ്റിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ആ നിയമം നമ്മുടെ 75% പണം വിനിമയം ചെയ്യുന്നതിനോ അതിന് നമുക്കുള്ള സ്വാതന്ത്ര്യത്തിനോ ഒരു തടസ്സമാകുന്നില്ല. അത് നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ നമ്മൾ തിരിച്ചടക്കണം. അഥവാ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കഴിച്ച് അതിൽ നിന്ന് നമ്മൾ PF പണം അടക്കുന്നത് പോലെ അതിനെ നമ്മൾ കണക്കാക്കിയാൽ മതി. അതുപോലെ ബോണസ് കിട്ടുന്ന സംഖ്യ, ബോണസ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്, പ്രത്യേകമായ സംഖ്യയാണ്. അത് സക്കാത്ത് നൽകേണ്ടതാണ്. ഏതെല്ലാം രീതിയിൽ നമ്മുടെ കൈകളിൽ നാണയം കൈവശം വരുന്നോ അത് മുഴുവൻ സക്കാത്തിന് കണക്കാക്കേണ്ടതും, അങ്ങനെ ടോട്ടൽ വരുന്ന സംഖ്യയിൽ നിന്ന് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നാം ചെലവഴിക്കുന്ന സംഖ്യ കിഴിച്ച് ബാക്കിയുള്ളതിൻ്റെ 2.5% നാം സക്കാത്ത് നൽകണം. അതിൽ ബോണസ് കണക്കാക്കണം. PF ഡെപ്പോസിറ്റിലുള്ള പണം എത്രയാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് സാമ്പത്തികമായി വരുമാനം ഉണ്ടെങ്കിൽ അത് കണക്കാക്കണം. എല്ലാം കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം സക്കാത്ത് നൽകേണ്ടത്. അടുത്തത് അരീക്കോട് നിന്ന് മുംതാസ് ബീഗം ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ സർവീസിലുള്ള സമയത്ത് കയ്യിൽ കിട്ടിയ പണത്തിന് മാത്രമായിരുന്നു, ശമ്പളത്തിന് മാത്രമായിരുന്നു സക്കാത്ത് നൽകിയിരുന്നത്. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്തു. റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളിൽ GPF ക്ലോഷർ മാത്രമാണ് കൈപ്പറ്റിയിട്ടുള്ളത്. മറ്റ് ആനുകൂല്യങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. ഇതിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയുടെ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അഥവാ സർവീസ് കാലത്ത് അടവാക്കേണ്ട സംഖ്യകൾക്കൊന്നും സക്കാത്ത് നൽകിയിട്ടില്ല. കയ്യിൽ കിട്ടിയ സംഖ്യകൾക്ക് മാത്രമേ സക്കാത്ത് നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ റിട്ടയർ ചെയ്തു, PF-ൻ്റെ ക്ലോഷർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ചെറിയ അശ്രദ്ധ ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം സർവീസ് കാലത്ത് PF അടക്കുന്ന സംഖ്യയുടെ സക്കാത്ത് നൽകേണ്ടിയിരുന്നു. അഥവാ അതിൻ്റെ 75% കൈകാര്യം ചെയ്യാൻ ലഭിക്കുന്ന 75% സക്കാത്ത്, അതുപോലെ PF ഉണ്ടാകുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒക്കെ 75% എത്രയാണെന്ന് കണക്കാക്കി അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിഷയം നമ്മൾ പാപമോചനം വർത്തിക്കുക, അബദ്ധം പിണയുന്നതിന് അള്ളാഹുവോട് തെറ്റ് പുറത്തു തരാൻ വേണ്ടി അപേക്ഷിക്കുക എന്നതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.
കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങളടുത്ത് അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ മറന്നുപോയാലോ അള്ളാഹു നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുകൂലമായി ഉത്തരം നൽകുകയും ഉണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് കാലത്ത് PF നിക്ഷേപിച്ച പണത്തിൻ്റെ സക്കാത്ത് നൽകാത്തത് ആ പശ്ചാത്താപത്തിലൂടെ നമുക്ക് ഇൻഷാ അള്ളാഹ് കഴുകിക്കളയാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, PF ക്ലോഷറിൽ ലഭിച്ച സംഖ്യ, ആ സംഖ്യയിൽ താൻ അടവാക്കിയ സംഖ്യക്ക് മാത്രം, അതിലെ പലിശ ഇനത്തിൽ ലഭിക്കുന്ന പണത്തിൻ്റേതല്ല, അടവാക്കിയ സംഖ്യക്ക് മാത്രം 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. അതുപോലെ ഇനി കയ്യിൽ ലഭിക്കാനിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ അത് ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ സക്കാത്തും നൽകേണ്ടതുണ്ട്. അത് സക്കാത്ത് നൽകിയാൽ മതി ഇൻഷാ അള്ളാഹ്. ഇവിടെ ചോദ്യകർത്താവ് ഒരു സ്ത്രീയായ ഉദ്യോഗസ്ഥയായതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അഥവാ ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥരാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം അത് ഭർത്താവിനുള്ളതാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തമില്ല. എന്നാൽ അവർ കുടുംബത്തിലേക്ക് ചെലവഴിക്കുന്ന പണമൊക്കെ യഥാർത്ഥത്തിൽ തൻ്റെ ഭർത്താവിന് നൽകുന്ന ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു സഹായമാണ്, അവർക്ക് നൽകുന്നത് ഒരു ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇവിടെ ഈ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ജോലി ആവശ്യാർത്ഥം താൻ ജോലി ചെയ്യുന്നതിൻ്റെ അനിവാര്യമായ അർത്ഥത്തിൽ നൽകേണ്ടി വരുന്ന ടാക്സുകൾ, അതുപോലെ ജോലിക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാത്രയുടെ കൂലി, യാത്രാ ചെലവുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ യഥാർത്ഥത്തിൽ വരുന്നുള്ളൂ. അതല്ലാതെ താൻ നിർബന്ധമായി ചെലവിന് നൽകേണ്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, അവനവൻ്റെ ഉമ്മയോ ഉപ്പയോ പോലെ ആരെങ്കിലും താൻ നിർബന്ധമായി ചെലവ് നൽകേണ്ടവരായി ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാന ആവശ്യത്തിൽ പെടും. സാധാരണ രീതിയിൽ ഭാര്യയും ഭർത്താവുമായി മക്കളോടൊപ്പം കുടുംബജീവിതം നയിക്കുന്ന രണ്ടുപേരും ഉദ്യോഗസ്ഥരായ ഒരു കുടുംബമാണെങ്കിൽ അവിടെ ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഭർത്താവിന് ആണുള്ളത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് സക്കാത്ത് കണക്കാക്കുന്ന സന്ദർഭത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താവിന് ചിലപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് തൻ്റെ ശമ്പളത്തിൽ നിന്ന് മാസാന്തം ഒരു 10,000 രൂപ മാത്രമേ സക്കാത്ത് നൽകേണ്ട, അല്ലെങ്കിൽ സക്കാത്ത് ബാധകമാകുന്ന പണമായി ഉണ്ടാവുകയുള്ളൂ എങ്കിൽ അതേ കുടുംബത്തിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് ചിലപ്പോൾ സക്കാത്ത് ബാധകമാകുന്ന സംഖ്യ ചിലപ്പോൾ ഭർത്താവിനേക്കാൾ ഇരട്ടിയായി എന്ന് വന്നേക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായി എന്ന് വന്നേക്കാം. കാരണം അവരെ സംബന്ധിച്ച അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ ചെലവഴിക്കേണ്ടതില്ല എന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യകർത്താവായ ഉദ്യോഗസ്ഥ ആ വശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾ ഒഴിവാക്കി സക്കാത്ത് കണക്കാക്കുമ്പോൾ ഈ കുടുംബത്തിലേക്ക് ചെലവഴിച്ച പണം അതിന് അടിസ്ഥാന ആവശ്യങ്ങളായി കണക്കാക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർക്കേണ്ടതുണ്ട് എന്നർത്ഥം. വല്ലാഹു അലം. പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച ധാരാളം ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അത് ഇൻഷാ അള്ളാഹ് അടുത്ത സെഷനുകളിൽ നമ്മൾ തുടരുന്നതാണ്.